ജാസി ആഷിയെ പറ്റി അറിയാത്തവരായ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും സുപരിചിതരാണ് ജാസി ആഷി. ഏകദേശം ഒരു 1.5 മാസമായിട്ട് കുറച്ചും കൂടി എല്ലാവരുടെ ഫീഡുകളിലും, നമ്മളിപ്പം ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും എല്ലാവരുടെ ഫീഡുകളിലും എത്തുന്ന ഒരാളാണ് ജാസി എന്ന് പറയുന്നത്. സോ ജാസിയാണ് നിലവിലത്തെ സംസാര വിഷയം. എവിടെ നോക്കിക്കഴിഞ്ഞാൽ 1.5 മാസം മുതൽ ഇന്ന് അതിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് പോയേക്കുവാണ്. അതിലേക്ക് ഞാൻ വരാം. ആദ്യം 1ാമത്തെ ദിവസം മുതൽ ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം ജാസി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അതിലൊരു ആർക്കും ഡൗട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഇതിൽ എല്ലാവർക്കും ട്രാൻസ്ജെൻഡർ ആണോ ജാസി ഏതെങ്കിലും തരത്തിലുള്ള സർജറി നടത്തി കഴിഞ്ഞിട്ടുണ്ടോ, ജാസി എന്ത് തരം സർജറിയാണ് നടത്തിയത്, ജാസി പ്രഗ്നന്റ് ആണോ, ജാസി അത് ചെയ്തോ, ജാസി ഇത് ചെയ്തോ, ഇതാണ് ഇവരുടെ എല്ലാം. ഈ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെയും ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇവരെല്ലാവരും ഒരു 1.5 മാസമായിട്ട് ജാസിയുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാസിയുടെ ആദ്യത്തെ ഒരു കോൺട്രവേഴ്സി തുടങ്ങുന്നത് ഇവിടെയാണ്. ജാസി പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഒരു ബൈറ്റ് കൊടുത്തു എല്ലാവർക്കും വേണ്ടിയിട്ട്. വെളിയിൽ വരുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ ഓൺലൈൻ മാധ്യമങ്ങളുണ്ടല്ലോ, ഇവർക്ക് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. അത് ജസ്റ്റ് ഒരു കോണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടി പറഞ്ഞാണ്. സാമാന്യ ബോധ്യമുള്ള, സാമാന്യ യുക്തിയും വിവേകവും ഉള്ള ഒരാൾക്ക് തോന്നുമോ ഒരു ട്രാൻസ്ജെൻഡറിന് പ്രഗ്നന്റ് ആവാൻ പറ്റുമെന്ന്? ആർക്കും തോന്നില്ല. നമ്മളൊക്കെ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളവരല്ലേ. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിഭാഗം നമുക്കുണ്ടല്ലോ. പക്ഷെ ഇത് മനസ്സിലാക്കാത്തവരാണ് ഒരു 1.5 കൂട്ടം നമ്മുടെ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. ഇവര് സത്യത്തിൽ ഇവർക്ക് നന്നായിട്ട് അറിയാം ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ജാസിയെ വിറ്റ് കാശാക്കണം എന്നുള്ള ഒറ്റ ഇന്റൻഷനോട് കൂടി മാത്രമാണ് ഇവരെല്ലാം ജാസിയുടെ വീഡിയോ. സത്യത്തിൽ ജാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ജാസിയുടെ ദ റിയൽ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സും ഈ യൂട്യൂബേഴ്സും ആണ്. കാരണം ജാസി ഇറക്കുന്ന ഓരോ വീഡിയോ കണ്ടിട്ട് അതിന് റിയാക്ട് ചെയ്തിട്ടാണ് ഇവർ വല്ല ഫുഡ് അടിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതാ സംഭവം. അതല്ലാതെ ഇവർക്ക് ഓൺ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്രയും വ്യൂസ് കിട്ടാനുള്ള ഇവരുടെ വീഡിയോസ് തന്നെ എടുത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മറ്റു വിഷയങ്ങളെ പറ്റി ഇവർ കോമെന്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ചെയ്തേക്കുന്ന വീഡിയോസിൽ എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ടാവും. അതേസമയം ജാസി പറ്റി ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് ആണെങ്കിൽ എത്ര വ്യൂസ് ഇവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവരുടെയും ഓരോ യൂട്യൂബേഴ്സിന്റെയും പ്ലാറ്റ്ഫോമിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും. സോ ആദ്യത്തെ വിഷയം ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ വിഷയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാവർക്കും കാശ് കിട്ടണം, എല്ലാവർക്കും വ്യൂസ് കിട്ടണം, എല്ലാവർക്കും റീച്ച് കിട്ടണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനോട് കൂടി മാത്രമാണ് ജാസിയുടെ വീഡിയോ എടുത്തിടുന്നത്. അതിനാണ് പ്രഗ്നൻസി എന്ന് പറയുന്ന കോൺട്രവേഴ്സി ആയിട്ട് ഇറങ്ങിയത്. അതല്ലെങ്കിൽ ഇതൊരു തമാശയായിട്ട് ചിരിച്ചു കളയേണ്ട ഒരു വിഷയം മാത്രമായിട്ട് പോകേണ്ട ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് വരുന്നു. സർജറി കഴിഞ്ഞു. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ജാസി ഒരു വീഡിയോ ഇടുണ്ടായി. അതായത് ഞാൻ പെണ്ണിലേക്ക് എത്താറായി, അല്ലെങ്കിൽ പെണ്ണിലേക്ക് എടുക്കുന്നു, എൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ എടുത്തത്. അതിൽ പക്ഷെ ആ വീഡിയോയിൽ ജാസി പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന സർജറി ചെയ്തു, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള സർജറി ആയിരുന്നു എനിക്ക് കഴിഞ്ഞിട്ടുള്ളതെന്നൊന്നും ജാസി എങ്ങും പറഞ്ഞിട്ടില്ല. പകരം ഈ ഇൻഫ്ലുവൻസേഴ്സും ഈ സോഷ്യൽ മീഡിയ താരങ്ങളെല്ലാം ആ വീഡിയോ എടുത്തിട്ട് സ്ത്രീകൾക്ക് അപമാനമാണ്, അവൻ അത് മുറിച്ചിട്ടില്ല, അവൻ അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല. Who the hell are you guys? നിങ്ങൾ ആരാണ്? അവന്റെ ശരീരം അവന് ഇഷ്ടമുള്ളത് ജാസി ചെയ്യും. അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അവന്റെ കാശ്, അവന്റെ ശരീരം, അവന് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള റൈറ്റ് അവനില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ എന്തിനവൻ ബോധിപ്പിക്കണം ഞാൻ എന്ത് സർജറിയാണ് ചെയ്തത്, എന്ത് കാര്യമാണ് ഞാൻ ചെയ്തതെന്നുള്ളത്, ഇത് ചെയ്യണം? അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജാസി ജീവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. എന്താ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ജീവിക്കാനുള്ള ഇതില്ലേ നമുക്ക്? ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്? അപ്പോൾ അതല്ല വിഷയം. വിഷയം എന്താണ്? വിഷയം ഫുഡ് അടിക്കണം, ജാസിയെ വിറ്റ് കാശുണ്ടാക്കണം, അല്ലെങ്കിൽ ജാസിയെ വിറ്റ് റീച്ച് ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് കൃത്യവും വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പരിപാടി. ഇതാണ് ഇവരെ വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ളത്. അല്ലാതെ ഇതിൽ റിയൽ ആയിട്ട് അവരെല്ലാവരും ഭയങ്കര വറീഡായിട്ട് വന്നിട്ട് ഭയങ്കര വിഷമത്തോടുകൂടി വന്നിട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇവർ ജിജ്ഞാസ കൊണ്ടൊന്നും ചെയ്യുന്നതല്ല. ഇത് പബ്ലിക്കിന്റെ ഇടയിൽ കുറച്ച് വ്യൂസ് കിട്ടുമെന്നും റീച്ച് കിട്ടുമെന്നും അറിയാവുന്നതുകൊണ്ട് മാക്സിമം കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനിയിപ്പം ഇതിലൊന്ന് ആലോചിച്ചോളാം, എന്തോരം ബാഡ് കമന്റ്സ് ആണ്, എന്തോരം തെറിവിളിയാണ് കേട്ടോന്ന്. കമന്റ് ബോക്സ് ഒക്കെ അവരുടെ വീഡിയോസ് സത്യം പറഞ്ഞാൽ ജാസി സമ്മതിച്ചോളണം. ഇത്രയൊക്കെ കേട്ടിട്ടും ഇത്രയൊക്കെ കണ്ടിട്ടും ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൽ ജാസി, കാരണം സ്വന്തം അതായത്
ആണിന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സും കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി, ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് പ്രകാരം ജാസി ട്രാൻസ്ഫോമൺ ആവാനായിട്ട് ഓരോ സ്റ്റെപ്പുകൾ എടുക്കുന്നു. അതിനുവേണ്ടി പുള്ളിക്കാരി ഫസ്റ്റ് പറഞ്ഞ എന്താണ്, ഞാനിപ്പം ഹോർമോൺസ് ട്രീറ്റ്മെന്റിലാണ്, ഞാൻ വാക്സ് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളായിട്ട് വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം എനിക്ക് മനസ്സിലാവുന്നത് ഇത്രമാത്രം. അപ്പൊ നിങ്ങളുടെ എല്ലാം ഒറ്റ ഇനിഷ്യേറ്റീവ് ഉള്ളൂ. നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ജാസി എന്ത് ചെയ്യുന്നു, ജാസി എന്താണ് പറയുന്നത്, ജാസിയുടെ അടുത്ത വീഡിയോയിൽ എന്തായിരിക്കും ഉള്ളത്. ഇതെടുക്കുക, റിയാക്ട് ചെയ്യുക, കാശുണ്ടാക്കുക, ഇതെടുക്കുക, വ്യൂസ് കൂട്ടുക, നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കുക, ഇതുണ്ടാക്കുക, ഫോളോവേഴ്സിനെ കൂട്ടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇന്റൻഷൻ. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഒരു വീഡിയോയിൽ ജാസി ഇന്നലെ യൂട്യൂബിൽ ഇട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അതിനിടയിൽ സർജറി ചെയ്തു. ഇവരുടെ ജിജ്ഞാസ ഒന്ന് ആലോചിച്ച് നോക്കണം. സർജറി ചെയ്തിട്ടുണ്ടോ, സർജറി ചെയ്ത ഹോസ്പിറ്റൽ ഏതാണ്, ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിക്കുന്നു എന്ത് സർജറിയാണ് ചെയ്തത്. ഇതൊക്കെ എന്ത് മനസ്സിലാവുന്നില്ല. ഇവരുടെ കാശ് കൊടുത്തിട്ടാണോ ചെയ്തത്, ഇവരുടെ ഇതിന് പ്രകാരം ഇവരുടെ പെർമിഷൻ എടുക്കണം, ഇവരാണോ അവരുടെ പാരന്റ്സ്. എന്താ അവന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു. അവൻ 18 വയസ്സിന് പ്രായപൂർത്തിയായ ഒരു ചെറുക്കനാണ് അല്ലെങ്കിൽ പെണ്ണാണ്, ഹി ഓർ ഷീ എന്നുള്ളത് മാറ്റർ അല്ല. അവർക്ക് ജീവിക്കാനുള്ള അവന്റെ പാർട്ട്ണർ ഉണ്ട്, പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ ഒരുമിച്ചാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത ലേറ്റസ്റ്റ് വന്നേക്കുന്ന കോൺട്രവേഴ്സി എന്ന് പറയുന്നതാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. ലേറ്റസ്റ്റ് വന്ന കോൺട്രവേഴ്സി, ഒരു സ്ത്രീ അതും ഒരു യങ് ആയിട്ടുള്ളൊരു സ്ത്രീ വന്ന് പച്ച ചീത്ത വിളിക്കുകയാണ്. അവരുടെ സോഷ്യൽ മീഡിയ അതിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അവർ വന്നിട്ട് അവരെ പച്ച ചീത്ത വിളിക്കുകയാണ്. ഒരു രീതിയിലും എന്തിനാണ് നിങ്ങൾ അവൻ്റെ വീഡിയോ എടുത്തിടുന്നത്, എന്തിനാണ് നിങ്ങൾ അവൻ്റെ വീഡിയോ ഇട്ട് അവനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച് അവനെ മാക്സിമം തറയാക്കി മാക്സിമം അവൻ്റെ ഊപ്പാട് വരുത്തിയത് കൊണ്ടാണ് അവന് ഗതികെട്ട് നിങ്ങളെ വിളിച്ച് നിങ്ങൾ പറയുന്നത് പോലെ വീഡിയോ കോളിലൂടെ ഞാൻ ഇന്ന സർജറിയാണ് ചെയ്തതെന്ന് നിങ്ങളെ കാണിക്കേണ്ട ഒരു ഗതികേടുണ്ടല്ലോ. ആ ഗതികേടിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ സമൂഹമാണ്, ഇവിടുത്തെ വ്ളോഗേഴ്സാണ്, ഇവിടുത്തെ യൂട്യൂബേഴ്സാണ് അവരെ കൊണ്ട് എത്തിച്ചത്. അതിലെത്തിച്ചതിൽ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ന് ലജ്ജിക്കണം. ആ ഒരു സ്ഥിതിയിലേക്ക് ഞാൻ ഇന്ന സർജറി ചെയ്തു എന്ന് എൻ്റെ ബോഡി കാണിച്ച് സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് കാണിച്ച് മനസ്സിലാക്കിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ലജ്ജിക്കണം. നമ്മൾ ഓരോരുത്തരും ലജ്ജിക്കുകയാണ് ചെയ്യുന്നത്. അത് കാണിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോ ഇട്ടിട്ട് അതിന് ആ ജാസി ആശയം വിളിക്കുന്ന തെറി, ആ തെറിയെ തുടർന്ന് ഇപ്പം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും എല്ലാ കോണ്ടന്റ് മേക്കേഴ്സും ഒരു സ്ത്രീയാണ് അവനെ തെറി വിളിച്ചത്. ഇതേ ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10,000 സ്ത്രീകൾ ഈ ജാസിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ജാസിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ എത്ര ഫോളോവേഴ്സും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അവന് കിട്ടുന്നത്. അത് ചുമ്മാ കിട്ടുന്നതാണെന്ന് നിങ്ങളുടെ വിചാരം? നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫോണിനകത്ത് സ്കിപ്പ് ഓപ്ഷൻ ഇല്ലേ, നമുക്ക് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു പോകാൻ പറ്റും, നമുക്ക് വേണ്ടാത്തവരെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ പറ്റും. ഇത്തരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ മൊബൈലിൽ ഇരിക്കുകയാണ്. നമ്മളാണ് ഉപഭോക്താവ്, നമുക്കിതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നും ചെയ്യാതെ വീഡിയോ ഇരുന്ന് കണ്ട് നല്ലതുപോലെ അടുത്ത വീഡിയോ എന്താ വരുന്നതെന്നും പറഞ്ഞ് നോക്കി ഇരുന്നിട്ട് അതിനെ എടുത്ത് റിയാക്ട് ചെയ്ത് കാശുണ്ടാക്കി തന്നിട്ട് നാണവും മാനവും ഇല്ലാതെ ഓരോന്ന് വന്ന് തെറി വിളിക്കുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. സത്യം പറഞ്ഞ ജാസിയോട് എനിക്ക് പറയാനുള്ളത്, ജാസി നിങ്ങൾ പ്രൗഡായിരിക്കണം. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ജാസിയുടെ വളർച്ചയ്ക്ക് കാരണമാവുന്നത്. കാരണം ഇവര് ജാസിക്ക് അഭിമാനിക്കുക, ഇവര് ജാസിയെ വിറ്റിട്ടാണ് കാശുണ്ടാക്കി ജീവിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് ജാസിക്ക് അഭിമാനിക്കുക, എന്നും അഭിമാനിക്കുക എന്നുള്ളതാണ് എനിക്ക് ജാസിയോട് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും തളരുത്. ജാസിക്ക് എന്താണോ തോന്നുന്നത്, എങ്ങനെ ജീവിക്കണമെന്നാണോ തോന്നുന്നത്, അത്തരത്തിൽ മാത്രം ജീവിക്കുക. ആരും നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ചെയ്യാത്തിടത്തോളം കാലം, ജീവിക്കാത്തിടത്തോളം കാലം ഒന്നിനും പേടിക്കണം. സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടല്ലേ കാശുണ്ടാക്കുന്നത്, സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവറ്റകളൊന്നും ഓരോ കാരണവശാലും മൈൻഡ് ചെയ്യരുത്. ഇവറ്റകളൊക്കെ വെളിയിൽ നിന്ന് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. ജാസിയുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക. ട്രാൻസ്ഫോമൺ ആണ് ലക്ഷ്യമെങ്കിൽ ഓരോ സ്റ്റെപ്പും അതേപോലെ കൃത്യമായിട്ട് നല്ല ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും നല്ല ഹോസ്പിറ്റൽസിൻ്റെ ആണെങ്കിലും എല്ലാ രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. എന്നിട്ട് ജീവിതത്തിൽ അച്ചീവ്മെന്റ്സ് എല്ലാം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടിയാണ് എനിക്കുള്ളത്. അപ്പം വ്ളോഗേഴ്സ് എല്ലാം ജാസിയുടെ അടുത്ത വീഡിയോട്ടായി കാത്തിരിക്കും. എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ആശ്വസിപ്പിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ കാണാം. അതിന് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.